ഹായ് ഹലോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ സി എ ഫൈനൽ AFM സബ്ജക്റ്റിനകത്ത് റിസ്ക് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സാധനമാണ് വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡെഫിനേഷൻ വൈസ് നമ്മൾ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റീഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ് ടു അസസ് ദി പൊട്ടൻഷ്യൽ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ദി അസെറ്റ് portfolio or investment over a specified time period under the normal market condition with a given confidence level. So basic ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോസ് എത്രയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു അസറ്റിന്റെ കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഷെയർസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോസ് എത്രയാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോസ് എന്ന് പറയുമ്പോൾ ആ ലോസ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന ഒരു സംഭവം. സോ എന്താണ് ഈ കോൺഫിഡൻസ് ലെവൽ? നമ്മൾ നോർമലി എക്സാം പർപ്പസിനായിട്ട് ഇപ്പൊ CA ഫൈനൽ എക്സാംസിനകത്ത് നോക്കി കഴിയുമ്പോൾ അവർ തരുന്നത് ഒന്നുകിൽ 99% അല്ലെങ്കിൽ 95% ആണ്. അപ്പൊ എന്താണ് ഈ 95% അല്ലെങ്കിൽ ഈ 99% എന്നൊക്കെ പറയുന്ന ഈ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോസ് എമൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ആ ലോസ് എമൗണ്ട്, അല്ലെങ്കിൽ ഈ വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ഈ എമൗണ്ടിന്റെ മുകളിൽ പോകാതിരിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ, അല്ലെങ്കിൽ ഞാൻ പറയാണ് ഈ വാല്യൂ അറ്റ് റിസ്കിന് പറയുന്ന എമൗണ്ട് ഇപ്പൊ അസ്യൂം ഒരു 1 lakh എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 lakh എന്ന് പറയുന്നതിന്റെ മുകളിൽ നമുക്ക് ലോസ് വരില്ല എന്നുള്ളത് എനിക്ക് എത്ര ശതമാനം കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. സോ അഗൈൻ റിപ്പീറ്റിംഗ്, എനിക്ക് എന്ത് പറയാൻ പറ്റണം? എന്റെ വാല്യൂ അറ്റ് റിസ്ക് പറയുന്ന എമൗണ്ടിന്റെ മുകളിലേക്ക് നിങ്ങളുടെ ലോസ് പോകില്ല എന്നുള്ള രീതിയിൽ എത്ര പെർസെന്റേജ് കോൺഫിഡൻസോട് കൂടെ എനിക്ക് പറയാൻ പറ്റും. സോ ഔട്ട് ഓഫ് 100% വാല്യൂസ് അല്ലെങ്കിൽ 100% ഡാറ്റയുടെ അകത്ത് എനിക്ക് 99% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുമോ, അതോ 95% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ കോൺഫിഡൻസ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ടൈം ഹൊറൈസൺ. ഇത് ചിലപ്പോ ഒരു ദിവസത്തിന്റെ അകത്ത് വരുന്നതായിരിക്കാം. വാല്യൂ അറ്റ് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റ ദിവസത്തിനാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്കായിരിക്കാം, ചിലപ്പോൾ ഒരു 2 ആഴ്ചക്കായിരിക്കാം, ഒരു മാസത്തിനായിരിക്കാം. അതിനനുസരിച്ച് എത്രയാണ് ആ ടൈം പീരീഡ്, ആ ടൈം പീരീഡ് അനുസരിച്ച് എത്രയാണ് നമ്മുടെ വാല്യൂ അറ്റ് റിസ്ക് വരുന്നത് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് ആണ് ഈ ടൈം ഹൊറൈസൺ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. നോർമലി നമ്മൾ ഈ ടൈം ഹൊറൈസൺ നോട്ട് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ്. ഇവിടെ ഒരു ഫോർമുല കാണുന്നുണ്ട് നിങ്ങൾക്ക്, VR = എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ് എന്ന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഈ ഒന്നാമത്തെ പോയിന്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് ലോസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോസ് എമൗണ്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ്ഡ് ആസ് റുപ്പീസ് എത്രയാണോ, ആ ലോസിന്റെ എമൗണ്ടിൽ എത്രയാണോ എന്നുള്ളത് നോട്ട് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടോട്ടൽ ആയിട്ട് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു 1 lakh ആണെങ്കിൽ, ഈ 1 lakhന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1% ആണെങ്കിൽ 1% ഓഫ് 1 lakh എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് 3 പാർട്ട് നമ്മൾ ഈ വാല്യൂ അറ്റ് റിസ്കിന്റെ ഇതിനെ VAR അല്ലെങ്കിൽ വാർ എന്ന് പറയുന്ന ഈ സാധനത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റുപ്പീസ്. അവിടെ നോട്ട് ചെയ്യേണ്ടത് കാര്യം, അത് ക്വാണ്ടിഫൈ ചെയ്ത് റുപ്പീസിൽ മോണിറ്റൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വരുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്താണോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, 3 കോൺഫിഡൻസ് ലെവലെ നമ്മൾ നോർമലി എക്സാമിന് വരും. ഇത് തന്നെ കൂടുതലും നിങ്ങളുടെ AFM എക്സാമിനകത്ത് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 99% എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഫിഗേഴ്സ് ലേൺ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. സോ 99%-ല് കോൺഫിഡൻസ് ലെവൽ എപ്പോഴും Z സ്കോർ അല്ലെങ്കിൽ Z വാല്യൂ എന്ന് പറയുന്ന നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ
അതിനകത്ത് നിന്ന് എടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഓരോ കോൺഫിഡൻസ് ലെവലിനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ 99% അതിന് മേജർ ആയിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2.33 ആണ് നമ്മുടെ Z സ്കോർ വരുന്നത്. അതേപോലെ 95% 1.65ഉം 90% 1.29ഉം ആണ്. സോ ഇത് ഐദർ നിങ്ങളുടെ ചില വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടേബിൾ ഉണ്ടായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതിൻ്റെ അകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈസിയസ്റ്റ് വേ 3 എണ്ണല്ലേ ഉള്ളൂ. സോ യു ക്യാൻ ബൈ ഹാർട്ട് ദിസ് പെർട്ടിക്കുലർ വാല്യൂസ്. ഓക്കെ, സോ Z വാല്യൂ ഇനി കോൺഫിഡൻസ് ലെവൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് 99%, 95%, 90% പറയുന്നത്. ഇതിന്റെ അല്ലാത്ത ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടേ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോഴത്തെ ഒരു കേസിൽ നമുക്ക് ഇവിടെ 2.33 എന്നുള്ളതാണ് 99% എന്നുള്ള ലെവലിൽ വരുമ്പോൾ 2.33. എന്തുകൊണ്ടാണ് ഫോർമുലയിൽ 99% എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസിന്റെ അകത്തും എക്സാംസിനകത്ത് വരുന്ന 99% കോൺഫിഡൻസ് ലെവൽ ആയതുകൊണ്ടാണ്. അപ്പൊ സെക്കൻഡ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് പാർട്ട് വരുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ്. എന്തുകൊണ്ട് സ്ക്വയർ റൂട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല ഉണ്ടായിരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എന്ന് പറയുന്ന സൈൻ ആണല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല ഉണ്ടായിരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന അവിടെ ഒരു n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് n എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഒരു സ്ക്വയർ റൂട്ടിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഒരു ദിവസമാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1, 10 ദിവസമാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 10, അങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ വാല്യൂ അറ്റ് റിസ്കിന്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ കോൺസെപ്റ്റ് വരുന്നത്. ഇനി നമ്മളൊരു കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഓക്കെ, അസ്യൂം ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 50,000 എന്നാണ്, 50,000 rupees ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അറ്റ് എ കോൺഫിഡൻസ് ലെവൽ ഓഫ് 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരാം? അതായത് എനിക്ക് 99% കോൺഫിഡൻസോടെ പറയാം എന്ത്, എന്റെ ലോസ് ഫോർ പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ നമ്മൾ എത്ര ഡേയ്സിനാണോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ലോസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ് എന്ന് പറയുന്നത് 50,000 വരുള്ളൂ. മാക്സിമം ലോസ് വരുന്നത് 50,000 വരുള്ളൂ എന്നുള്ളത് നമുക്ക് 99% കോൺഫിഡൻസോടുകൂടി പറയാമെന്നുള്ളതാണ് ഈ സാധനം വരുന്നത്. ഇനി ഇതിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസിൽ തന്നെ കിട്ടും. എന്താണ്? അണ്ടർ നോർമൽ മാർക്കറ്റ് കണ്ടീഷൻസ് വിത്ത് എ ഗിവൺ കോൺഫിഡൻസ് ലെവൽ. ഇപ്പൊ നമുക്ക് ഈ കോൺഫിഡൻസ് ലെവൽ പ്രിഡിക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് എന്താ പറയാ ഈ നോർമൽ മാർക്കറ്റ് കണ്ടീഷൻസ് അല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരും. എന്താ പ്രോബ്ലം വരിക? നമുക്ക് ഈ നോർമൽ മാർക്കറ്റ് കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ്, നോർമൽ ട്രേഡിംഗ് പാറ്റേൺ വിട്ടിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ഈ ഒരു ബേസിസിലാണ് ചെയ്യുന്നത്. സോ അസ്യൂമിങ് നോർമൽ മാർക്കറ്റ് കണ്ടീഷൻ ആണ്, നമുക്ക് ഓൾറെഡി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണെങ്കിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ICAIയുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 2 crore ആണ്. ഓക്കെ, സപ്പോസ് യു ഹാഡ് വർത്ത് 2 crore ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. നമ്മുടെ കയ്യിൽ എക്സ് ലിമിറ്റഡിന്റെ 2 കോടി രൂപയുടെ ഷെയർസ് ഉണ്ട്. മാർക്കറ്റ് പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 2%. അസ്യൂമിങ് 252 ട്രേഡിംഗ് വർക്കിംഗ് ഡേയ്സ് ഇൻ എൻ ഇയർ, determine the maximum loss level over a period of 1 trading day and 10 trading days with 99% confidence level. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ ബ്രേക്ക് ഡൗൺ ചെയ്ത മാതിരി ഒന്ന് നമുക്ക് എന്താണ് ലോസ് എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഇസ് ദ ലോസ് എമൗണ്ട്? ലോസ് എമൗണ്ട് എന്ന് പറയുന്ന അവിടെ നോട്ട് ചെയ്ത പോലെ തന്നെ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ്ഡ് ഇൻ റുപ്പീസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ ലെറ്റ്സ് സേ ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ്ഡ് ഇൻ റുപ്പീസ്. അപ്പൊ ഇവിടുത്തെ കേസിൽ എത്ര വരുന്ന ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
2% ആണ് നമ്മുടെ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഇത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിനെ ഈ 2% വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 crores എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര പൂജ്യം വരണം? 20, 200, 2000, 20,000, 200,000 and okay. So we have a 4 lakh. Okay. So total ആയിട്ട് നമുക്ക് വരുന്നത് എത്ര ആയിരുന്നു? So we have 2 crores. Okay. So 4 lakh ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന എന്ത് വരുന്ന ലോസ് എമൗണ്ട് എന്ന് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ 1 day എന്നുള്ളത് ഇൻ റുപ്പീസിൽ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4 lakh എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ കോൺഫിഡൻസ് ലെവലിലുള്ള സെഡ് സ്കോർ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് അവർ കോൺഫിഡൻസ് ലെവൽ? കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ്? എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 99% അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 99%ലുള്ള കോൺഫിഡൻസ് ലെവലിലുള്ള സെഡ് സ്കോർ കിട്ടണം. വാട്ട് ഇസ് സെഡ് സ്കോർ? 99% നമ്മൾ ബാക്കിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 99%ന് 2.33 ആണ് നമ്മുടെ സെഡ് സ്കോർ വരുന്നത്. സോ ആ സെഡ് സ്കോർ നമ്മൾ യൂസ് ചെയ്യണം. സോ 2.33. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മൂന്നാമത്തെ സ്റ്റെപ്പ് ടൈം ഹൊറൈസൺ ആണല്ലോ. ഓക്കെ, സോ ടൈം ഹൊറൈസൺ നമുക്കിവിടെ രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ടൈം ഹൊറൈസൺ വരുന്നത്? ഓക്കെ, ഒന്നാമത്തെ കേസിൽ ഓക്കെ 1 day ആണെങ്കിൽ വരുന്ന മാക്സിമം ലോസ് എന്താണെന്നുള്ളതാണ്. 1 day ആണെങ്കിൽ വരുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇതിനകത്ത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ്. സോ ഇവിടെ എക്സലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ SQRT എന്ന് പറയുന്ന സാധനം സ്ക്വയർ റൂട്ട് ഓഫ് എന്താണോ നമ്പർ എന്നുള്ളതാണ്. സോ 1 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ് നമുക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് 1 itself. സോ ഞാൻ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ വരുന്നത് 1 day വെച്ചിട്ടുള്ള എൻ്റെ വാല്യൂ വരുന്നത് എന്തായിരിക്കും? മാക്സിമം ലോസ് എന്ന് പറയുന്നത് 400,000 എൻ്റെ ലോസ് എമൗണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റുപ്പീസിനെ കോൺഫിഡൻസ് ലെവൽ ഓഫ് 99% ഡെഡ് സ്കോറിനെയും ആൻഡ് എത്രയാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്ന് പറയുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എൻ്റെ 1 day ലോസ് വരുന്നത്. ദാറ്റ് ഈസ് 932,000. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ് ചെയ്യുന്നത് അല്ലെ. സോ ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 day എന്ന് പറയുന്ന സാധനമാണ്. സോ ദിസ് ഇസ് എ 10 day ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് 10 trading days ആണെങ്കിൽ നമുക്ക് എത്ര വരണം? സോ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലെ. ഐ എം ജസ്റ്റ് യൂസിങ് ദ ഫോർമുല അഗെയിൻ. ഓക്കെ, ഇവിടെ സ്ക്വയർ റൂട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്ററിൽ സ്ക്വയർ റൂട്ട് എടുത്താലും മതി. സ്ക്വയർ റൂട്ട് ഓഫ് 10 day, സ്ക്വയർ റൂട്ട് ഓഫ് 10 ആണ് നമുക്ക് കിട്ടുന്നത്. 10 daysന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 10 കിട്ടി കഴിഞ്ഞാൽ 3.16 എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്റെ 10 dayയുടെ വാല്യൂ അറ്റ് റിസ്ക് ഓക്കെ നമ്മൾ ഓൾറെഡി 1 dayയുടെ വാല്യൂ അറ്റ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തു. സോ വാല്യൂ അറ്റ് റിസ്ക് ഓർ ഇൻ ഷോർട്ട് VAR എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 dayയുടെ വരുന്നത് 932,000. ഓക്കെ, ഇനി 10 dayയുടെ വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലോസ് എമൗണ്ടിനെ മൾട്ടിപ്ലൈഡ് ബൈ 99% കോൺഫിഡൻസ് ലെവൽ മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2947242 അല്ലെങ്കിൽ ഒന്നുകൂടി റൗണ്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 2947243 ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നത്? ഫിഗർ വരുന്നത് മാക്സിമം ലോസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ 10 dayയുടെ വരുന്നത് 10 daysന്റെ മാക്സിമം ലോസ് ഐ ക്യാൻ എക്സ്പെക്ട് ഓവർ എ പീരീഡ് ഓഫ് 10 days. സോ ഇതാണ് അറ്റ് 99% കോൺഫിഡൻസ് ലെവൽ. നമുക്ക് ഇത്ര കിട്ടുന്ന കോൺഫിഡൻസ് ലെവൽ 99% കോൺഫിഡൻസ് ലെവലില് 10 ദിവസത്തിന്റെ ഉള്ളിൽ മാക്സിമം ലോസ് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 29,47,243 ആണ് എന്റെ മാക്സിമം ലോസ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് മാക്സിമം ലോസ് ആണ് ഡെയിലി എമൗണ്ട്. മാക്സിമം ലോസ് ഓൺ എ ഡേ
or daily maximum loss എന്നുള്ള രീതിയിൽ at confidence level of 99% എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ബേസിക്കലി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ആ ഫോർമുലയിൽ വന്നിട്ടുള്ള 3 കാര്യം, അത് തന്നെയാണ് നമ്മളിവിടെ വീണ്ടും എടുത്തിട്ടുള്ളത്. എന്താ 3 കാര്യങ്ങൾ വന്നിട്ടുള്ളത്? ഒന്ന്, വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റുപ്പീസ്. അതാണ് ഈ 400,000 നമ്മുടെ 2 crore എന്ന് പറയുന്ന ഈ സാധനത്തിനെ എന്ത് ചെയ്തു, ഇൻറ്റു 2% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പെർ ഡേ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഫിഗറിന് എടുത്തിട്ടു. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് one thing. And Z score in the 99% confidence level ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. 99% കോൺഫിഡൻസ് ലെവലിലുള്ള Z score എടുത്തിട്ട് അത് എടുത്തു. ആൻഡ് ടൈം ഹൊറൈസൺ സ്ക്വയർ റൂട്ട് ഓഫ് ഡേയ്സ് എന്നുള്ള രീതിയിലുള്ള ഈ സാധനം എടുത്ത് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള 2 കാര്യങ്ങൾക്കും, ഒന്ന് ഓവർ എ പീരീഡ് ഓഫ് 10 days ആൻഡ് ഡെയിലി 1 day എന്നുള്ള രീതിയിലും വരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2ൽ വരുന്ന വ്യത്യാസം? ഓക്കെ, ഇതിനകത്ത് നമുക്ക് വരുന്ന പോർട്ട്ഫോളിയോ, നേരത്തെ കേസിൽ നമ്മുടെ കയ്യിൽ ആകെ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, 2 ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ അകത്തും, അതായത് XYZ എന്ന് പറയുന്ന ഒരു കമ്പനിയിലും അതേപോലെ തന്നെ ABC എന്ന് പറയുന്ന ഒരു കമ്പനിയകത്തും എന്തുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ XYZ ഉണ്ട്, ABC ഉണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് വന്നിരിക്കുന്ന 2-നും സെയിം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, 2ന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. 1% എന്നാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. സോ 1% ആണ് ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. 1% ഫോർ ബോത്ത് ഷെയർസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് രണ്ടും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 0.3 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനകത്ത് ഈ AFM-നകത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഞാൻ ഫോർമുല ഒന്ന് റൈറ്റ് സൈഡിൽ എടുത്തിട്ടുണ്ട്. ഫോർമുല എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ എക്സ് ആൻഡ് എ, അതായത് ഇതിനകത്ത് ഇപ്പോ XYZ-നെ എക്സ് എന്നും രണ്ടാമത്തേതിനെ ABC എന്ന് പറയുന്ന എ എന്ന് എടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ എക്സും എയും കൂടി വരുന്നതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വെയിറ്റ് സ്ക്വയർ ഓഫ് എക്സ്, അതായത് നമ്മുടെ XYZ-ന്റെ വെയിറ്റ് എന്താണോ വെയിറ്റ് കൊടുക്കുന്നുണ്ട്, വെയിറ്റ് കൊടുക്കുന്നതിന്റെ സ്ക്വയർ എടുക്കണം, മൾട്ടിപ്ലൈഡ് ബൈ എന്താണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആ ഇതെടുക്കണം, പ്ലസ് വെയിറ്റ് ഓഫ് എ, അതായത് രണ്ടാമത്തെ കമ്പനിയുടെ വെയിറ്റ് സ്ക്വയർ ഓഫ് എ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എ പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ ഇൻറ്റു വെയിറ്റ് ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ into standard deviation of x into correlation of the x. ഇതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. സോ ആദ്യം ഓരോന്നോരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്നത് വെയിറ്റ് ഓഫ് XYZ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണല്ലോ. വെയിറ്റ് ഓഫ് XYZ എന്ന് പറയുന്നതിന് ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇതിന് നോട്ട് ചെയ്യാൻ പോകുന്നത് എക്സ് എന്നാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നതും അതേമാതിരി തന്നെ വി ഹാവ് ടു ഗെറ്റ് ദി വെയിറ്റ് ഓഫ് ABC എന്ന് പറയുന്ന സാധനത്തിന്. സോ നമ്മൾ തൽക്കാലം നോട്ട് ചെയ്യുന്ന എ എന്നുള്ള രീതിയിലാണ്. ഇത് രണ്ടിന്റെയും വെയിറ്റ് കിട്ടും. പിന്നെ നമുക്ക് കിട്ടേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ കിട്ടണം അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ വേണം. അപ്പോ ജസ്റ്റ് നോട്ടിംഗ് ഡൗൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് നമ്മൾ നോട്ട് ചെയ്തല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എയും നമുക്ക് കിട്ടണം. ഇനി അതിന്റെ സ്ക്വയർ നമുക്ക് പുറത്തടുത്തത് നോട്ട് ചെയ്യണം. നമുക്ക് ആദ്യം അതിന്റെ ഫിഗേഴ്സ് നോട്ട് ചെയ്ത് പോവാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്, കോറിലേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടണം. സോ കോറിലേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നോട് പറഞ്ഞിട്ടുള്ള സാധനം. സോ കോഎഫിഷ്യന്റ് ഓഫ് correlation of x and a എന്നുള്ള രീതിയിൽ ഈ രണ്ടിന്റെയും കൂടി വരുന്നത്. അപ്പൊ കോറിലേഷൻ അവർ തന്നിട്ടുണ്ട്. കോറിലേഷന്റെ ഫിഗർ വരുന്നത് 0.3 ആണ് ഡയറക്ട്ലി ഫ്രം ദ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എയും ബിയും എത്രയാണ്, 1% ആണ്. നമുക്ക് തൽക്കാലം അതിനെ 1 എന്ന് നോട്ട് ചെയ്താൽ മതി. സോ 1
1 തന്നെയാണ് വരുന്നത്. ഇനി വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത് അല്ലേ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് 2 crores and 2 crores ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 crores എന്നുള്ളതിന് ഈക്വൽ വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നോർമലി വെയിറ്റേജ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്, ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ വാല്യൂ വരുന്നത് 2 crores ഓക്കെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ 4 crores ആണ്. സോ 2/4 0.5. സെയിം കേസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വാട്ട് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ ഓഫ് ABC? 2 crore ആണ് ഔട്ട് ഓഫ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 4. ഓക്കെ സോ ദാറ്റ് ഇസ് 0.5. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യാനുള്ള എല്ലാ ഫിഗറും വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആദ്യം വെയിറ്റിന്റെ സ്ക്വയർ കിട്ടണം. വെയിറ്റിന്റെ സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ഫിഗറിനെ സ്ക്വയർ ചെയ്യണം. റേസ് ടു 2 സ്ക്വയർ ചെയ്തു. ഓക്കെ സെയിം തിങ്. ഓക്കെ സ്ക്വയർ ചെയ്തു 0.5 എന്ന് പറയുന്നതിന് റേസ് ടു 2 ചെയ്ത് നമ്മൾ സ്ക്വയർ ആണ് ചെയ്യുന്നത് അല്ലെ. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ വേണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ സെയിം ഫോർമുല തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ എന്താണ് ഈ അടുത്ത ഫോർമുല, അതായത് നമ്മൾ 1 റേസ് ടു 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. സോ ഫോർമുല അതേ ലെവലിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമ്മുടെ സ്ക്വയർ റൂട്ട് ആണ് ഫോർമുല വരുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ആദ്യം എടുക്കാം. ആദ്യത്തെ പാർട്ട് എന്താ വരുന്നത്, വെയിറ്റേജ് ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. വെയിറ്റ് സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിലേക്കുള്ള ഫിഗർ കിട്ടും. സോ വെയിറ്റ് സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എക്സിന്റെ 0.25 എന്ന് പറയുന്ന സാധനം മൾട്ടിപ്ലൈഡ് ബൈ ഓക്കെ വെയിറ്റ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സോ ഈ സാധനത്തിന്റെയും നമ്മൾ സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുക്കാം, 0.25 ആണ് അപ്പൊ വരിക. ഓക്കെ ഇനി കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ താഴെ എങ്ങനെ നോട്ട് ചെയ്ത് പോവാം, അതല്ലേ നല്ലത്. ഓക്കെ അപ്പൊ വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഓക്കെ മൾട്ടിപ്ലൈഡ് ബൈ അല്ലെങ്കിൽ വെയിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ സോ വെയിറ്റ് ഓഫ് എക്സ് ഓക്കെ സ്ക്വയർ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഫിഗർ. വെയിറ്റ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലേക്ക് സ്ക്വയർ ചെയ്തിരിക്കുന്ന സാധനം, സ്ക്വയർ ചെയ്തിരിക്കുന്ന റേസ് ടു 2 ചെയ്തിട്ടുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ ഈ സാധനത്തിന് എന്ത് ചെയ്യണം, സാധനത്തിന് നമ്മുടെ പ്രോബ്ലം പ്രകാരം എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ എന്ത് ചെയ്യണം, ഇതേമാതിരി നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുള്ള സാധനം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. സോ ഇതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതേ സാധനം നമുക്ക് എന്തിന്റെയും കിട്ടണം, വെയിറ്റ് ഓഫ് എയുടെയും കിട്ടണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫോർമുല ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനെ മാതിരി തന്നെ ഫോർമുല ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെയും നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട സാധനം എന്താണ്, 2 മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ. ഓക്കെ വെയിറ്റ് ഓഫ് എക്സ് വേണം അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് എ വേണം. വെയിറ്റ് ഓഫ് എ ഓക്കെ എന്ന് പറയുന്നതുണ്ട് മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്യണം, വെയിറ്റ് ഓഫ് ബി multiplied by standard deviation of A multiplied by standard deviation of X multiplied by correlation. Okay, CR എന്ന് പറയുന്ന correlation of X and A അല്ലെങ്കിൽ A and X എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഈ സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ 3 ഫിഗറും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3നെ മൾട്ടിപ്ലൈ. അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സിന്റെ സ്ക്വയർ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് 0.25 ആണ്. സോ അതാണ് എടുക്കുന്നത്. സോ 0.25 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ അതേ രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല ഈ ചെയ്ത ഫോർമുല മാതിരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വെയിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 0.5. ഈ 0.5നെ ഞാൻ എന്ത് ചെയ്യണം, 0.5നെ ഞാൻ എന്ത് ചെയ്യണം, റേസ് ടു 0.5നെ സ്ക്വയർ ചെയ്യണം അല്ലെ. സ്ക്വയർ ബൈ 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഓക്കെ ഇതിനെ എന്ത് ചെയ്യണം, സെയിം കേസ് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ 1 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ സാധനത്തിനും ഞാൻ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം.
സോ ആ സ്ക്വയർ ചെയ്ത സാധനമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാണ് 0.25. ഇതേപോലെ എന്ത് ചെയ്യണം, വെയിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. ഓക്കെ, എ റേസ് ടു 2, ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ, അതായത് സ്ക്വയർ ചെയ്യാണ്, വേറെ ഒന്നുമല്ല, സ്ക്വയർ ചെയ്യാണ്. അഗൈൻ എയുടെയും ഇത് തന്നെയാണ് വരുന്നത്, 1 ഇൻറ്റു, നോട്ട് ഇൻറ്റു, റേസ് ടു 2. ഓക്കെ, സെയിം സാധനം തന്നെ 0.25. സോ ഇത് വന്നു. ഇനി നമുക്ക് അടുത്ത് കിട്ടേണ്ടത് എന്താണ്, ഈക്വൽ ടു 2 ഗുണം, ഓക്കെ, 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാ, വെയിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു വെയിറ്റ് ഓഫ് ബി 0.5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു കോറിലേഷൻ എന്ന് പറയുന്നത് ചെയ്തു. ഓക്കെ, 0.15. ഇനി ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയറിന്റെ ഉള്ളിലിടാനുള്ള ഫിഗർ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി എനിക്കിത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫിഗർ. ഓക്കെ, 0.25 മൾട്ടിപ്ലൈ അല്ല, സോറി, ആഡ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് പ്ലസ് ആണ് ഫോർമുലയുടെ അകത്ത് വന്നിട്ടുള്ളത് അല്ലെ. സോ വി ആർ ഗോയിങ് ടു ആഡ് ദിസ്. ഓക്കെ, 0.25 പ്ലസ് 0.25 പ്ലസ് 0.15 നമുക്ക് 0.65 എന്ന് പറയുന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ള, ശരിക്കും പറയുകയാണെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സാധനം, അതായത് എസ് ഡി, നമ്മൾ സിമ്പിൾ പറയുകയാണെങ്കിൽ എസ് ഡി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഷോർട്ട് ആക്കി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഏതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വരുന്നത്, XYZ ആൻഡ് ABC എന്ന് പറയുന്ന ഈ രണ്ടിന്റെയും പോർട്ട്ഫോളിയോയുടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫിഗർ ഇൻ ദ ഫോർമുല. ഓക്കെ, അപ്പൊ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 0.80623 എന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓർ ഇൻ ഷോർട്ട് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്, 8% എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ഫിഗേഴ്സ് വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചെയ്യേണ്ട സാധനം. സോ 0.80623 ആണ് നമ്മുടെ ഫിഗർ വരുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് പറയുന്നത് എന്താണ്, 0.80623% ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. 0.8063, കാരണം നമ്മൾ 1 എന്നുള്ള പെർസെന്റേജിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 0.80623% ആണ് ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോർമൽ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന് എന്താണ്, നമ്മുടെ ലോസ് എമൗണ്ട് ഇൻ റുപ്പീസ്. ലോസ് എമൗണ്ട് ഇൻ റുപ്പീസ് കാണണം. നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വന്നിരിക്കുന്നത്, ലോസ് എമൗണ്ട് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വന്നിരിക്കുന്നത്, 2 crore ഉണ്ട് അല്ലേ. 2 crore ആണോ വരുന്നത്, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 2 crore ആണോ, അല്ല, നമുക്ക് 2 crore വരുന്നുണ്ട്. സോ നമ്മുടെ ടോട്ടൽ വരുന്നത് 400 lakhs അല്ലെങ്കിൽ 4 crores ആണ് ടോട്ടൽ ആയിട്ട് വരുന്ന സാധനം. സോ അതിന്റെ മേലെ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് നമുക്ക് ഇൻ റുപ്പീസിൽ വരേണ്ടത്. സോ നമ്മുടെ ഫിഗർ എത്ര വരിക, ഫിഗർ എത്ര വരേണ്ടത്, അതായത് ഈക്വൽ ടു ഈ സാധനം. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ ഓക്കെ, എന്തിനു കിട്ടണം, നമ്മുടെ ടോട്ടൽ വരുന്ന 2 ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. 2 ഇൻവെസ്റ്റ്മെന്റ് 200 lakhs പ്ലസ് 200 lakhs. സോ ടോട്ടൽ ആയിട്ട് 400 lakhs നമുക്ക് വരണം, വേണ്ടേ. സോ 400 lakhs അല്ലെങ്കിൽ 4 crore മേലെയുള്ള ഈ ഒരു എമൗണ്ട് ആണ് നമ്മുടെ സോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എടുക്കണം. സോ D18 എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് എടുക്കേണ്ടത്. സോ D18% ആണ് 322,490 ആണ് നമ്മുടെ വരുന്നത്. സോ ഈ ഫിഗർ നേരിട്ട് എടുക്കരുത്, ദാറ്റ് ഈസ് എ പെർസെൻറ്റേജ്. സോ 0.8062% എന്ന് പറഞ്ഞ് തന്നെ എടുക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത്രയും പെർസെൻറ്റേജ് ആണ് 4 crore ഇത്രയും പെർസെൻറ്റേജ് ആണ് നമ്മുടെ ലോസ് എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞു വരുന്നത് 322,490 ആണ്. ഇനി സെക്കൻഡ് തിങ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്, വാട്ട് ഈസ് അവർ കോൺഫിഡൻസ് ലെവൽ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മേലെ ക്വസ്റ്റ്യനകത്ത് പറയാണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 10
സോറി 10-day ആണ് 99% ആണ് എടുക്കേണ്ടത്. അപ്പൊ 99% ആണ് നമുക്ക് വരുന്നത്. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 99%. അപ്പൊ നമ്മുടെ സെഡ് സ്കോർ എടുക്കേണ്ടത് എത്രയാണ്? 2.33 ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ നമ്മുടെ സെഡ് സ്കോർ വരുന്നത് 2.33 ആണ്. അപ്പൊ 2.33 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ടൈം ഹൊറൈസൺ എന്താ? ടൈം ഹൊറൈസൺ വരുന്നത് നമുക്ക് വരുന്നത് 10-day ആണ്. അപ്പൊ 10 days എന്ന് പറയുന്നതിന് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കണ്ടേ? നമ്മുടെ ഫോർമുല, മറ്റേ ഫോർമുല പ്രകാരം, വാല്യൂ അറ്റ് റിസ്കിന്റെ ഫോർമുല പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? 10-dayയുടെ സ്ക്വയർ റൂട്ട് എടുക്കണം. സോ നമ്മൾ ആ ഫിഗർ എടുക്കുകയാണ്. സ്ക്വയർ റൂട്ട് ഈക്വൽ ടു SQRT. നിങ്ങൾ സാധാരണ രീതിയിൽ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യുക. നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഫിഗർ എക്സലിലെ ഫോർമുല എടുക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 10 എന്നുള്ള രീതിയിലേക്ക് എടുക്കുകയാണ്. സോ 3.1622 എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇനി നമുക്ക് വാല്യൂ അറ്റ് റിസ്ക് കാണാൻ എന്താ കിട്ടേണ്ടത്? സോ വാല്യൂ അറ്റ് റിസ്ക് അറ്റ് 99% കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം സിമ്പിൾ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു what is the loss in rupees multiplied by, sorry, standard deviation rupees multiplied by 2.33 z score at 99% confidence level into square root of days. Okay, so ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ അറ്റ് റിസ്ക് അറ്റ് കോൺഫിഡൻസ് ലെവൽ കിട്ടി. സോ what is the figure you have? Okay, നമ്മുടെ കയ്യിൽ 23,76,143 ആണ് നമ്മുടെ വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫിഗർ വരുന്നത്. സോ ബേസിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എനിക്കിപ്പോ എന്ത് ചെയ്യാം? 99% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും എന്റെ കമ്പനിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റുകൾ XYZ ABC എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് 10 ദിവസം ടൈം പീരീഡിന്റെ ഉള്ളിൽ മാക്സിമം സംഭവിക്കാവുന്ന ലോസ് എന്ന് പറയുന്നത് 23,76,143 23,76,143 rupees ആണെന്നുള്ളത് പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ സാധനത്തിന്റെ കേസ്. ഓക്കെ, ഇനി മൂന്നാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ വരാം. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് പോർട്ട്ഫോളിയോ അകത്ത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. പ്രോബബിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. സോ വാല്യൂ അറ്റ് റിസ്കിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ റീച്ച് ചെയ്യുക. സ്നൂമാർ ട്യൂട്ടർ എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഓൺ ദ സെയിം തിങ്. സോ യു ക്യാൻ റീച്ച് ഔട്ട് ഓവർ ദർ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട്. ഓക്കെ, സോ താങ്ക് യു.